പീപ്പിൾ ഇംപാക്ട് ചീമേനി ജയിലിൽ ഗോപൂജ നടത്തിയതിൽ ഉദ്യോഗസ്ഥർക്ക് മുഖ്യമന്ത്രിയുടെ മുന്നറിയിപ്പ്. ഉദ്യോഗസ്ഥർ നിയമലംഘനം നടത്തരുതെന്ന് മുഖ്യമന്ത്രി. നിയമത്തിന് അതീതമായി ആർക്കും സൗകര്യം ഒരുക്കരുതെന്നും അഴിമതിക്കാരുടെ പ്രലോഭനത്തിൽ വീഴരുതെന്നും പിണറായി വിജയൻ പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി MR സജേഷ് ചേരുന്നു. സജേഷ്, വിവരങ്ങൾ. ടോമി, കാസർഗോഡ് ചീമേനി തുറന്ന ജയിലിലെ ഗോപൂജ പീപ്പിൾ TV ആണ് പുറത്തു കൊണ്ടുവന്നത്. അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ പുറത്തുവിട്ടിരുന്നു. ഇക്കാര്യത്തിലാണ് ഉദ്യോഗസ്ഥർക്ക് കടുത്ത താക്കീത് മുഖ്യമന്ത്രി നൽകുന്നത്. ഇന്ന് പൂജപ്പുരയിലെ പുതിയ ജയിൽ ഉദ്യോഗസ്ഥരുടെ പരേഡ് നടക്കുകയായിരുന്നു. ഇതിനിടയിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ താക്കീത് നൽകിയത്. ഈശ്വരനിൽ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് സർക്കാരിന്റെ പ്രശ്നമല്ല, നിയമവാഴ്ച നടപ്പാക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ പ്രശ്നം. അതിനപ്പുറത്തേക്ക് ഉദ്യോഗസ്ഥർ നീങ്ങരുത്, നിയമലംഘനങ്ങൾക്ക് കൂട്ടുനിൽക്കരുത്, അഴിമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കണം. ജയില് അഴിമതി കാണിക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ്. അത്തരത്തിലുള്ള പ്രലോഭനങ്ങൾ ഉണ്ടാകാം, അതിൽ നിന്ന് അകന്നു നിൽക്കണം. അഴിമതിയോട് ഓരോരുത്തരും സമരം ചെയ്യണമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. സ്വാമി, കാസർഗോഡ് ചീമേനി തുറന്ന ജയിലിലെ ഗോപൂജ നടത്തിയ സംഭവം ഏറെ വിവാദമായിരുന്നു. പീപ്പിൾ TV ആണ് ഈ വാർത്ത കൊണ്ടുവന്നത്. ഈ വാർത്തയോടാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. ഉദ്യോഗസ്ഥർക്ക് നിയമലംഘനം നടത്തരുതെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. MR സജേഷ് ആണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം തീപിടുത്തം. വടക്കേനടയ്ക്ക് സമീപമാണ് തീപിടിച്ചത്. പുരാവസ്തു വകുപ്പിന്റെ ഓഫീസുകളും പോസ്റ്റ് ഓഫീസും കത്തിനശിച്ചു. തീ നിയന്ത്രണ വിധേയമാണ്. തീപിടുത്തത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ സുനിൽ അരുമാനൂർ ചേരുന്നുണ്ട്. സുനിൽ, തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടുണ്ടോ? എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ? സ്വാമി, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വടക്കേ നടയ്ക്ക് സമീപമുള്ള പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിലെ സംസ്ഥാന ഗോഡൌണിലാണ് ഇന്ന് പുലർച്ചെ 3:45 തീപിടുത്തമുണ്ടായത്. ഈ തീപിടുത്തമുണ്ടായ സമയത്ത് തന്നെ ഈ സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ സമീപത്ത് ഒരുക്കിയിരുന്ന ക്യാമറകളിൽ ഇത് ദൃശ്യമായിരുന്നു. തുടർന്ന് പോലീസ് വയർലെസ് വഴി നിർദ്ദേശം നൽകുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ കമാൻഡോസും ഫയർഫോഴ്സും എത്തി തീ കെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് തീ കെടുത്താൻ സാധിച്ചത്. ഇതിന് പുറകിലായിട്ട്, അതായത് ഈ പോസ്റ്റൽ ഗോഡൌണിന് പുറകിലായിട്ട് തന്നെ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന പോസ്റ്റൽ ഉരുപ്പടികളുണ്ട്, റിട്ടേൺ വന്നിട്ടുള്ള ഉരുപ്പടികളുണ്ട്. ഇത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കുന്നു എന്നുള്ള സമീപവാസികൾ തന്നെ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷേ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ ആരും ഇത് നീക്കം ചെയ്യാനോ അല്ലെങ്കിൽ ഇതനുസരിച്ച് സുരക്ഷാ ക്രമീകരണം എടുക്കാനോ തയ്യാറായിട്ടില്ല എന്നുള്ളൊരു ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. തലസ്ഥാനത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ഈ ഫയർഫോഴ്സുകൾ എത്തി മണിക്കൂറുകൾ നീണ്ട ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾക്കൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. വലിയൊരു അപകടം തന്നെയാണ് ഒഴിവായത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. നിയന്ത്രണ വിധേയമാക്കിയത് വലിയൊരു അപകടം തന്നെയാണ് ഒഴിവായത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ തീ കൂടുതൽ പടർന്നു പിടിക്കുകയാണെങ്കിൽ ഇവിടെ സമീപത്തുണ്ടായിരുന്ന കെട്ടിടങ്ങളെല്ലാം വർഷങ്ങളോളം പഴക്കമുള്ള കെട്ടിടങ്ങൾ തന്നെയാണ്. ഇതിലൊക്കെ തീ പിടിച്ചു കഴിഞ്ഞാൽ അണയ്ക്കാൻ തന്നെ വലിയൊരു പ്രയാസമുണ്ടാകുമെന്നാണ് ഫയർഫോഴ്സിന്റെ മേധാവികൾ അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ 3 കെട്ടിടങ്ങൾ പോസ്റ്റ് ഓഫീസിന്റെ ഗോഡൌണായി പ്രവർത്തിക്കുന്ന 3 കെട്ടിടങ്ങൾ പൂർണ്ണമായും കത്തി നശിച്ചു. ഇത് വർഷങ്ങളോളം പഴക്കമുള്ള കെട്ടിടങ്ങൾ തന്നെയാണ്. അതുപോലെ തപാൽ ഉരുപ്പടികളെല്ലാം തന്നെ പൂർണ്ണമായിട്ട് കത്തി നശിച്ചിട്ടുണ്ട്. ഇഴജന്തുക്കൾ വലിയ രീതിയിൽ ഇവിടെ വിഹരിക്കുന്ന ഒരു സ്ഥലമാണ് എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ പരിസരവാസികൾ പറയുന്നത്. കാരണം ഇത് വർഷങ്ങളായി നീക്കം ചെയ്യാതെ ഇത്തരത്തിൽ ഇട്ടിരിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഈ ഒരു അവസ്ഥ എന്നാണ് പറയുന്നത്. സംഭവത്തെക്കുറിച്ച് വിശദമായി അന്വേഷണം നടത്തുമെന്നാണ് മന്ത്രി കടകംപള്ളി അറിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മന്ത്രി മറ്റൊരു കാര്യം പറഞ്ഞത്, ഈ സുരക്ഷയുമായി, കാരണം ഇതിനു മുമ്പ് 6 മാസത്തിന് മുമ്പ് ഈ ക്ഷേത്രത്തിന് സമീപം മറ്റൊരു സ്ഥലത്ത് തീപിടുത്തമുണ്ടായി എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തേണ്ട ഒരു സാഹചര്യമാണുള്ളത്. ഇത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തും. കളക്ടറോട് വിശദമായി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനും പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ സംഭവസ്ഥലം സന്ദർശിച്ച മേയറും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ കെട്ടിടങ്ങൾ വളരെ വർഷങ്ങളായി പഴക്കമുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളോ എക്സ്റ്റൻഷൻ നടപടികളോ നടന്നിട്ടുണ്ട് എന്നുള്ളത് സംബന്ധിച്ച് പരിശോധിക്കേണ്ടതുണ്ട്. എല്ലാ വകുപ്പുകളും ഏകോപിപ്പിച്ചുകൊണ്ട് തന്നെ ഒരു സുരക്ഷാ ഓഡിറ്റിംഗ് ഇവിടെ നടത്തണം എന്നുള്ളൊരു ആവശ്യകതയും മേയർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതിലൊരു അന്വേഷണം വേണമെന്നും അദ്ദേഹം ഈ സ്ഥലം സന്ദർശിച്ച ശേഷം പറഞ്ഞു. പോസ്റ്റൽ ഡയറക്ടറും ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് വിശദമായിട്ടുള്ള പരിശോധന നടത്തും എന്നുള്ളത് തന്നെയാണ്. കാരണം ഇതിൽ ഏത് തരത്തിലുള്ളൊരു കാരണമാണ് തീ പിടിക്കാനുണ്ടായതെന്നുള്ളത് സംബന്ധിച്ച് 2 വാദം ഇവിടെ പറയുന്നുണ്ട്. കാരണം നാട്ടുകാരുടെ ഒരു ഇടപെടൽ, കാരണം പുലർച്ചെ ആയതുകൊണ്ട് തന്നെ നാട്ടുകാരുടെ ഒരു ഇടപെടൽ, ക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്ന ആളുകൾ തന്നെയായിരുന്നു ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. അതനുസരിച്ചാണ് ഈ തീ അണയ്ക്കാനായത് എന്നുള്ളൊരു ഉണ്ട്. ഈ രക്ഷാപ്രവർത്തനവും അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ ഈ ഒരു തീ കെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിൽ വരുമ്പോൾ കമാൻഡോസിനടക്കം 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ സംഭവം ഈ ക്ഷേത്രത്തിന്റെ പരിസരത്ത്
പരിസരത്ത് ആവർത്തിക്കുന്ന ഒരു പശ്ചാത്തലം വളരെ ഗുരുതരമായി തന്നെ സർക്കാർ കാണുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം വേണം എന്നുള്ളൊരു ആവശ്യകതയിലേക്കും അന്വേഷണം നടത്തും എന്നുള്ള രീതിയിലേക്കും കാര്യങ്ങൾ പോയിരിക്കുന്നത്. സുനിൽ പറഞ്ഞതുപോലെ തന്നെ പുലർച്ചെയാണ് തീപിടുത്തം ഉണ്ടായത്. ഒരു പക്ഷേ കൃത്യസമയത്ത് അത് കാണാനിടയായിരുന്നില്ല എങ്കിൽ വലിയൊരു അപകടത്തിലേക്ക് തന്നെ എത്തുമായിരുന്നു. ഇത്തരത്തിലൊരു തീപിടുത്തത്തിലേക്ക് ഉണ്ടായ സാഹചര്യം എന്താണെന്നാണ് ഒരു പ്രാഥമിക നിഗമനം? സ്വാമി, രണ്ട് തരത്തിലാണ് കാര്യങ്ങൾ പറയുന്നത്. ഒന്ന്, ഇവിടെ ചവറിന് തീ പിടിച്ച് അതിൻ്റെ തീ പരിസരത്തേക്ക് വീണ് ഇത് കത്തിയെന്നും പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ആണോ എന്നുള്ള കാര്യവും ഒരു വാദഗതിയുണ്ട്. ഇത് സംബന്ധിച്ച് വിശദമായിട്ടുള്ള ഒരു പരിശോധന നടത്തിയാൽ മാത്രമേ ഇക്കാര്യങ്ങൾ അറിയാൻ സാധിക്കൂ. ഏതായാലും ഇവിടുത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ വർഷങ്ങളായിട്ട് ഇവിടെ ഇത്തരത്തിൽ തപാൽ ഉരുപ്പടികൾ കെട്ടിക്കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഈ ഒരു തീ പിടുത്തം ഷോർട്ട് സർക്യൂട്ട് തന്നെ എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ തീ പടർന്നു പിടിക്കാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ ഈ വസ്തുക്കളുടെ കാലപ്പഴക്കം തന്നെയാണ്. വളരെ പെട്ടെന്ന് തീ പിടിക്കുന്ന തരത്തിലുള്ള വസ്തുക്കൾ തന്നെയാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ്. കാരണം പേപ്പറും അതുപോലെ തന്നെ ഈ തപാലിൽ വരുന്ന റിട്ടേൺ ഉരുപ്പടികളെല്ലാം ഇവിടെ ചാക്കുകളിലാണ് കെട്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് പുലർച്ചെ 3:45 ഇത്തരത്തിൽ തീ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യത്തിൽ തീ ഉയരുന്ന ഒരു സാഹചര്യം സുരക്ഷാ ക്യാമറയിൽ, ഇവിടെ ക്ഷേത്രത്തിൻ്റെ സുരക്ഷാ ക്യാമറയിലാണ് ഈ ദൃശ്യങ്ങൾ കണ്ടത്. ഇതിനെ തുടർന്ന് ഇവിടുത്തെ ഡ്യൂട്ടിക്ക് നിയോഗിച്ചിരുന്ന ഉദ്യോഗസ്ഥർ പരിശോധിക്കുമ്പോഴാണ് തീ പടർന്നു പിടിക്കുന്നത് കണ്ടത്. ഇതിനെ തുടർന്ന് തന്നെ ഇവർ ഫയർഫോഴ്സിന് നിർദ്ദേശം നൽകുകയും അതനുസരിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സും ഇവിടെ ക്ഷേത്രത്തിന് സമീപം കമാൻഡോസ് ഉണ്ട് സുരക്ഷയുമായി ബന്ധപ്പെട്ട്. ഇവരുടെയൊക്കെ ഫലപ്രദമായിട്ടുള്ള ഒരു ഇടപെടൽ തന്നെയാണ് വലിയ രീതിയിലുള്ള ഒരു അപകടം ഒഴിവാക്കാൻ സാധിച്ചത്. അല്ലെങ്കിൽ എനിക്ക് പിന്നിൽ കാണുന്ന ഈ കെട്ടിടങ്ങളും അതുപോലെ സമീപത്ത് കാണുന്ന വളരെ വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടങ്ങളൊക്കെ പൂർണ്ണമായും തീയിൽ അമരും എന്നുള്ളത് തന്നെയായിരുന്നു ഫയർഫോഴ്സിൻ്റെ തന്നെ ഒരു നിഗമനം. കാരണം തലസ്ഥാനത്തെ എല്ലാ യൂണിറ്റുകളിൽ നിന്നുള്ള ഫയർഫോഴ്സ് എത്തി തന്നെയാണ് ഇത്തരത്തിൽ മണിക്കൂറുകൾ നീണ്ട ഒരു പ്രയത്നത്തിനൊടുവിൽ തീ കെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ പൂർണ്ണമായും തീ അണച്ച് ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. അല്പം മുമ്പാണ് മേയർ ഇവിടെ സന്ദർശിച്ച് ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഇത് സംബന്ധിച്ച് പരിശോധന നടത്തുന്ന കാര്യവും അതുപോലെ തന്നെ ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു പരിശോധന നടത്തുന്നതും ഓഡിറ്റിംഗ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ വിഭാഗങ്ങളും ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഒരു ഓഡിറ്റിംഗ് സംവിധാനത്തിലേക്ക് വരണം എന്നുള്ള ഒരു ആവശ്യവും മുന്നോട്ട് വെച്ചത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം തീപിടുത്തം. പുലർച്ചെയാണ് തീപിടുത്തമുണ്ടായത്. പുരാവസ്തു വകുപ്പിന്റെ ഓഫീസും അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസും കത്തിനശിച്ചു. വിഷയത്തിൽ അന്വേഷണം നടത്തുമെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. ഒപ്പം തന്നെ മേയർ BK പ്രശാന്തും. വിവരങ്ങളാണ് സുനിൽ അരിമാനൂർ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനിയുമായി പോലീസ് കോയമ്പത്തൂരിലെത്തി തെളിവെടുക്കുന്നു. പ്രതികൾ ഒളിവിൽ കഴിഞ്ഞ വീട് കണ്ടെത്തി. ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാനും മൊബൈൽ ഫോൺ കണ്ടെത്തുന്നതിനുള്ള ശ്രമവും ഊർജിതമായി തുടരുകയാണ്. വിവരങ്ങളുമായി ഇപ്പോൾ സാലി മുഹമ്മദ് ചേരുന്നുണ്ട്. സാലി, തെളിവെടുപ്പ് തുടരുകയാണോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? പുലർച്ചെയാണ് പൾസർ സുനിയെ കൊണ്ട് തെളിവെടുപ്പിനായി അന്വേഷണ സംഘം കോയമ്പത്തൂരിലെത്തിയത്. കോയമ്പത്തൂരിൽ പ്രതികൾ ഒളിവിൽ കഴിഞ്ഞിരുന്ന വീട് ഏതായാലും കണ്ടെത്തിയിട്ടുണ്ട്. ശ്രീറാം നഗറിലെ ഡോർ നമ്പർ 20 ഒറ്റമുറി വീട്ടിലാണ് പ്രതികൾ 2 ദിവസം ഒളിവിൽ കഴിഞ്ഞത്. അതായത് തിങ്കളാഴ്ച കോയമ്പത്തൂരിലെത്തി ബുധനാഴ്ച മടങ്ങി. ഇങ്ങനെയാണ് സുനി മൊഴി നൽകിയിരിക്കുന്നത്. അതായത് 2 ദിവസം അവർ ഒളിവിൽ കഴിഞ്ഞിട്ടുണ്ട്. ഈ കെട്ടിടത്തിന്റെ ഉടമയെ പോലീസ് ചോദ്യം ചെയ്തു. പക്ഷെ അയാൾക്ക് കാര്യമായ വിവരം ഇക്കാര്യത്തിൽ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതാനും 2 ദിവസം താമസിച്ചുള്ളൂ എന്നുള്ള ഒരു കാര്യം മാത്രവുമല്ല, ഇവർ രണ്ടുപേരും ആരെന്ന് ഈ കെട്ടിടമുടമയ്ക്ക് അറിയില്ലായിരുന്നു. ചാർലി എന്നൊരാളാണ് ഈ മുറി ഈ പ്രതികൾക്ക് തരപ്പെടുത്തി കൊടുത്തത്. ഇയാൾ ഏതായാലും ഒളിവിലാണ്. ഈ ചാർലി സുനിയുടെ സുഹൃത്താണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ 2 ദിവസം ഇവർ ഇവിടെ താമസിച്ചെങ്കിലും അയൽവാസികൾ ആരും ഇവരെ കണ്ടിട്ടില്ല. ഏതായാലും പിടിയിലാവുന്നതിന് മുമ്പ് ഈ പ്രദേശത്ത് തന്നെ അന്വേഷണ സംഘം ഒരിക്കൽ എത്തുകയും ചെയ്തതാണ്. എന്നാൽ പോലീസ് എത്തുന്നതിന് മുമ്പ് തങ്ങൾ രക്ഷപ്പെട്ടു എന്നാണ് ഈ സുനി ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത്. ഏതായാലും തെളിവെടുപ്പ് തുടരുകയാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ ഇരുവരും കോടതിയിലെത്തിയ ഒരു ബൈക്കുണ്ട്, പൾസർ ബൈക്ക്. അതിന്റെ ഉടമയെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കോയമ്പത്തൂർ പിളമേട് സ്വദേശി സെൽവന്റേതാണ് ബൈക്ക്. പോലീസ് ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. ബൈക്കിന്റെ രേഖകൾ സംബന്ധിച്ച് ചില സംശയമുണ്ട്. ബൈക്ക് മോഷ്ടിച്ചതാണോ എന്നൊരു സംശയം. ഈ സെൽവൻ തന്നെ ബൈക്ക് മോഷ്ടിച്ചത് ഇവർക്ക് കൈമാറുകയായിരുന്നോ എന്നൊരു സംശയമുണ്ട്. ഏതായാലും സെൽവനെ വിശദമായി ചോദ്യം ചെയ്യാൻ മാത്രമേ ഇക്കാര്യം വ്യക്തമാകൂ. ആലുവ DYSP ബാബുകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് തെളിവെടുപ്പിനായി പ്രതികളുമായി എത്തിയിരിക്കുന്നത്. 2 സംഘങ്ങളായി തിരിഞ്ഞ് കോയമ്പത്തൂരിൽ എത്തിയിട്ട് 2 സംഘങ്ങളായി തിരിഞ്ഞപ്പോൾ തെളിവെടുപ്പും പരിശോധനയും തുടരുകയാണ്. ഏതാണ്ട് ഇന്ന് വൈകിട്ടോടെയോ രാത്രിയോടെയോ തെളിവെടുപ്പ് പൂർത്തിയാക്കി അവസാനിപ്പിക്കാൻ കഴിയും, കൊച്ചിക്ക് മടങ്ങാൻ കഴിയുമെന്ന് തന്നെയാണ് സംഘം പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ ഇന്നലെ പോലീസ് ചില പെൻഡ്രൈവുകളും മൊബൈലും ഒരു ടാബും കണ്ടെത്തിയിരുന്നു. കൃത്യത്തിന് ശേഷം രാത്രി പൾസർ
ഒരു വീട്ടിലെത്തിയത് ദൃശ്യങ്ങൾ കണ്ടതാണ്. ആ ദൃശ്യങ്ങളിൽ കാണുന്ന വീടുകളിൽ നടത്തിയ പരിശോധനയിലാണ് ഈ പെൻഡ്രൈവും മൊബൈലും ടാബും കണ്ടെത്തിയത്. ഇവ മൂന്നും ശാസ്ത്രീയ പരിശോധനയ്ക്കായി തിരുവനന്തപുരത്ത് ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. എന്തെങ്കിലും തരത്തിൽ ഈ കാറിൽ വെച്ച് പകർത്തിയ ദൃശ്യങ്ങൾ ഇവയിൽ ഏതെങ്കിലും സൂക്ഷിച്ചിട്ടുണ്ടോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. ഇവയെല്ലാം ഡിലീറ്റ് ചെയ്തതായി കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അവ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവ വീണ്ടെടുക്കാൻ കഴിയുമോ എന്നുള്ള പരിശോധനകളാണ് നടത്തുന്നത്. ഏതായാലും അത് 2 ദിവസത്തിനുള്ളിൽ അതിന്റെ റിപ്പോർട്ടും കൂടി കിട്ടുമെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ഇന്നത്തോടുകൂടി തെളിവെടുപ്പിന്റെ ഒരു ഘട്ടം പൂർത്തിയാവും. അതിനുശേഷം ഇവർ ഒളിവിൽ കഴിഞ്ഞിരുന്ന സമയത്ത് പോയ തിരുവനന്തപുരത്തെയും അമ്പലപ്പുഴയും വീടുകളിലും കൂടി ഈ സംഘത്തെയും കൊണ്ടുപോയി പോലീസിന് തെളിവെടുക്കേണ്ടതുണ്ട്. നടിയെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി പൾസർ സുനിയെ കോയമ്പത്തൂരിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയാണ്. തെളിവെടുപ്പ് പുരോഗമിക്കുന്നു. വിവരങ്ങളാണ് സാലി മുഹമ്മദ് നൽകിയത്. നടിയെ ആക്രമിച്ച സംഭവത്തിൽ പ്രതികളെ വേഗത്തിൽ പിടികൂടി പോലീസ് സേനയുടെയും നാടിന്റെയും മാനം കാത്ത അന്വേഷണ സംഘത്തിന് സഹപ്രവർത്തകരുടെ ആദരം. പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെയും പോലീസ് അസോസിയേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ അന്വേഷണ സംഘാംഗങ്ങൾക്ക് കൊച്ചിയിൽ സ്വീകരണം നൽകി. നാട് ആഗ്രഹിച്ചത് ചെയ്ത പോലീസുകാരെ അഭിനന്ദിച്ചില്ലെങ്കിലും അപമാനിക്കരുതായിരുന്നുവെന്ന് ചടങ്ങിൽ പങ്കെടുത്ത മേജർ രവി പറഞ്ഞു. പ്രതികളെ അതിവേഗതയിൽ ഇരുമ്പഴിക്കുള്ളിലാക്കുന്നതിന് പോലീസ് നടത്തിയ കഠിന പ്രയത്നത്തെ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ടായിരുന്നു സംവിധായകൻ മേജർ രവി സംസാരിച്ചു തുടങ്ങിയത്. പോലീസിനെ അഭിനന്ദിച്ചില്ലെങ്കിലും അപമാനിക്കരുതായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവൻ വിടാതെ അവനെ പിടിവിട്ടില്ല. ചവിട്ട് കൊണ്ടിട്ടും അവനെ പിടിച്ച് ചവിട്ടിക്കൂട്ടി വണ്ടിക്കകത്ത് കെട്ടി കൊണ്ടുവന്ന് കണ്ടപ്പം അഭിമാനം തോന്നി. ഇനിയും നമ്മുടെ സമൂഹം ഇതുപോലുള്ള പ്രവൃത്തികൾ കാണുന്ന സമയത്ത് ഈ പോലീസിനെ അഭിനന്ദിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അപമാനിക്കാതിരുന്നാൽ മതി. പ്രതികളെ പിടികൂടാൻ നടത്തിയ ശ്രമങ്ങൾക്കിടെ പോലീസിന് നേരിടേണ്ടി വന്ന പ്രതിസന്ധികൾ വ്യക്തമാക്കുന്നതായിരുന്നു അന്വേഷണ സംഘ തലവൻ IGP വിജയന്റെ വാക്കുകൾ. പ്രതിയെ പിടികൂടിയ രീതിയെ ചൊല്ലി ചിലർ വലിയ വിവാദമുയർത്തുന്നു. ഇത് സമൂഹത്തിന് എന്തു ഗുണം ചെയ്തുവെന്ന് അവർ തന്നെ ചിന്തിക്കട്ടെ എന്ന് IG പറഞ്ഞു. നമ്മൾ വിവാദങ്ങളെല്ലാം സൃഷ്ടിക്കുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഈ ചർച്ചകളെല്ലാം വിവാദങ്ങളെല്ലാം നമ്മളെ നന്മയിലേക്കാണോ പോകുന്നത്, അതല്ല നമ്മൾക്ക് ഗുണകരമല്ലാതെ പോകുന്നുണ്ടോ എന്ന് സമൂഹം ചിന്തിക്കേണ്ടതുകൊണ്ടെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സുരക്ഷിതത്വത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ചർച്ച ചെയ്ത് സുരക്ഷിതത്വത്തിലേക്കാണോ പോകുന്നത്, സുരക്ഷിതമില്ലായ്മയിലേക്കാണോ പോകുന്നതെന്ന് ആലോചിക്കുന്നത്. കേസന്വേഷണത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ പങ്കാളികളാവുകയും പ്രതികളെ പിടികൂടാൻ കഠിന പ്രയത്നം നടത്തുകയും ചെയ്ത സേനാംഗങ്ങൾക്ക് ചടങ്ങിൽ പുരസ്കാരങ്ങൾ നൽകി. പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെയും പോലീസ് അസോസിയേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു സ്വീകരണമൊരുക്കിയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കർണാടകയിലെ മംഗളൂരുവിൽ CPIM സംഘടിപ്പിച്ച മതസൗഹാർദ്ദ റാലിയുടെ വിജയം സംഘപരിവാറിനുള്ള മതനിരപേക്ഷ ജനപക്ഷത്തിന്റെ മുന്നറിയിപ്പായി മാറി. ഭീഷണികളെയും പ്രതിബന്ധങ്ങളെയും അതിജീവിച്ചാണ് സംഘപരിവാർ സ്വാധീന മേഖലയിൽ മതസൗഹാർദ്ദ റാലി വിജയിപ്പിക്കാൻ CPIMന് സാധിച്ചത്. കർണാടകയ്ക്കൊപ്പം രാജ്യത്താകെ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ആവേശം പകരുന്നതായി മംഗളൂരുവിൽ CPIM വൻ വിജയമാക്കി മാറ്റിയ മതസൗഹാർദ്ദ റാലി. CPIM മംഗളൂരിൽ മതസൗഹാർദ്ദ റാലി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ കർണാടകയിലെ സംഘപരിവാറിനെ അത് ആശങ്കപ്പെടുത്തിയിരുന്നു. CPIMന്റെ സമുന്നത നേതാക്കളിൽ ഒരാളും കേരള മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനെ റാലിയിൽ പങ്കെടുപ്പിക്കുവാൻ തീരുമാനിച്ചതും സംഘപരിവാറിനെ അസ്വസ്ഥരാക്കി. കടുത്ത വർഗീയ വിഷം ചീറ്റിയാണ് പിന്നീട് മതസൗഹാർദ്ദ റാലി പരാജയപ്പെടുത്താൻ സംഘപരിവാർ ശ്രമിച്ചത്. എന്നാൽ റാലിയുടെ മുന്നൊരുക്കങ്ങൾ ശക്തമായതോടെയാണ് റാലി നടക്കുന്ന ദിവസം തന്നെ ഹർത്താലിന് ആഹ്വാനമുണ്ടായത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ മംഗലാപുരത്ത് കാലുകുത്താൻ അനുവദിക്കില്ലെന്നും സംഘപരിവാർ പ്രഖ്യാപിച്ചു. എന്നാൽ കർണാടക സർക്കാർ ശക്തമായ നിലപാട് സ്വീകരിച്ചതോടെ സംഘപരിവാർ തന്ത്രങ്ങൾ പാളി. ഒടുവിൽ CPIMന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിന് തീയിട്ട് ഭീഷണി ശക്തമാക്കി. എല്ലാ പ്രതിബന്ധങ്ങളെയും പ്രതിരോധിച്ച് മംഗളൂരിൽ മതസൗഹാർദ്ദ റാലി ചരിത്ര വിജയമാക്കാൻ CPIMന് സാധിച്ചു. ഭീഷണികളെ അവഗണിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ റാലിയിൽ പങ്കെടുക്കുകയും ചെയ്തു. റാലി വൻ വിജയമായതോടെ ഫലത്തിൽ കർണാടകയിലെ സംഘപരിവാർ നേതൃത്വം പൊതുസമൂഹത്തിന് മുന്നിൽ ഒറ്റപ്പെടുന്ന അവസ്ഥയാണുണ്ടായത്. സംഘപരിവാറിനും വർഗീയ ശക്തികൾക്കും നൽകിയ കനത്ത താക്കീതായി മാറി CPIM മംഗളൂരിൽ സംഘടിപ്പിച്ച മതസൗഹാർദ്ദ റാലി. ആയിരക്കണക്കിന് ജനങ്ങളാണ് ഈ റാലിയിൽ അണിനിരന്നത്. ക്യാമറാമാൻ ഷൈജു ബിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്. തിരികെ വാർത്തയിലേക്ക്. നടിയെ ആക്രമിച്ച സംഭവത്തിലെ മുഖ്യപ്രതി പൾസർ സുനിക്ക് കോട്ട് നൽകി സഹായിച്ച വക്കീലിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് മന്ത്രി G സുധാകരൻ. ആലപ്പുഴയിൽ ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആൾമാറാട്ടം നടത്തി അഭിഭാഷകന്റെ കോട്ടിട്ടുണ്ടോ എന്നല്ലേ? ആൾമാറാട്ടമല്ലേ? അതിന് കേസെടുക്കണം. അയാളുടെ പേരിൽ അഭിഭാഷകന്റെ പേരിലും കേസെടുക്കണം. കോടതിയിൽ വാദിക്കേണ്ട കോടതി ക്രിമിനലിന് കൊടുത്തതിനെ അഭിഭാഷകർക്ക് ക്യാൻസൽ ചെയ്യേണ്ടതാണ് നിയമപ്രകാരം. അഭിഭാഷകരുടെ ജൂറിസ്പ്രുഡൻസ് ക്യാൻസൽ ചെയ്യണം. കേസെടുക്കണം. ഇതിന് കേസെടുക്കേണ്ടതാണ്.
നടിയെ ആക്രമിച്ച സംഭവത്തിൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തുവരുന്ന ഘട്ടത്തിൽ അത് അന്വേഷിക്കുമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെ വക്രീകരിച്ച് രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ ചിലർ ശ്രമിക്കുന്നു. കേസന്വേഷണത്തിൽ ഇതുവരെ പുറത്തുവന്ന വ്യക്തികളെ പിടികൂടിയെന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്നും കോടിയേരി ആലപ്പുഴയിൽ പറഞ്ഞു. അത് പക്ഷേ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെ വക്രീകരിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് അനാവശ്യമായിട്ടുണ്ടാക്കുന്നൊരു വിവാദമാണ്. അല്ല, സിനിമാക്കാർക്കടക്കം ഗൂഢാലോചന ഇല്ലെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അത്തരത്തിൽ അതൊരു വിവാദമായിട്ട് മാറുന്ന തരത്തിലുള്ള ഒരു പ്രശ്നമാക്കി മാറ്റാൻ ശ്രമിക്കുന്നത് ബോധപൂർവ്വ രാഷ്ട്രീയ ഉദ്ദേശം വെച്ചുകൊണ്ടാണ്. കേസന്വേഷണത്തിൽ ഇതുവരെ പുറത്തു വന്നിട്ടുള്ള പ്രതികളെ പിടികൂടി എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. മറ്റു കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ആ കാര്യങ്ങൾ അന്വേഷിക്കും. തെക്കൻ കേരളത്തിലെ ഇന്ത്യൻ കോഫി ബോർഡ് തൊഴിലാളി സഹകരണ സംഘം ഭരണസമിതി പിരിച്ചുവിട്ടു. അഴിമതികൾ ചൂണ്ടിക്കാട്ടി CITU ഉൾപ്പെടെയുള്ള തൊഴിലാളി സംഘടനകൾ നൽകിയ പരാതിയെ തുടർന്നാണ് ഭരണസമിതിക്കെതിരെ നടപടിയെടുത്തത്. സീനിയർ കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ S. ബിന്ദുവിനെ തെക്കൻ കേരളത്തിലെ കോഫി ബോർഡ് സംഘത്തിന്റെ അഡ്മിനിസ്ട്രേറ്ററായി നിയമിച്ചു. തെക്കൻ കേരളത്തിലെ കോഫി ബോർഡ് തൊഴിലാളി സഹകരണ സംഘത്തിലെ 10 അംഗ ഭരണസമിതിക്കെതിരെയാണ് ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ ഉയർന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി CITU ഉൾപ്പെടെയുള്ള തൊഴിലാളി സംഘടനകൾ വ്യവസായ മന്ത്രിക്കും വ്യവസായ വാണിജ്യ ഡയറക്ടർക്കും പരാതി നൽകിയിരുന്നു. സീനിയർ സഹകരണ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ധൂർത്ത്, അഴിമതി, സ്വജനപക്ഷപാതം, ബൈലോ നിയമങ്ങളുടെ ലംഘനം എന്നീ ആരോപണങ്ങൾ ശരിവെച്ചു. ഇന്ന് കോഫി ബോർഡ് ആസ്ഥാനത്ത് പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥയെ രേഖകൾ പരിശോധിക്കുന്നതിൽ നിന്ന് ഭരണസമിതി അംഗങ്ങൾ ബലപ്രയോഗത്തിലൂടെ വിലക്കി. സംഭവ വികാസങ്ങൾ കണക്കിലെടുത്താണ് ഭരണസമിതി പിരിച്ചുവിട്ട സീനിയർ കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ S. ബിന്ദുവിനെ സംഘത്തിന്റെ അഡ്മിനിസ്ട്രേറ്ററായി നിയമിച്ചുകൊണ്ട് ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ഉത്തരവിട്ടത്. 6 മാസമാണ് അഡ്മിനിസ്ട്രേറ്ററുടെ കാലാവധി. പുറത്താക്കപ്പെട്ട ഭരണസമിതി അംഗങ്ങൾക്ക് അടുത്ത 2 തവണ സംഘത്തിലെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിലും നാമനിർദ്ദേശം സമർപ്പിക്കുന്നതിലും വിലക്കുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഉത്തർപ്രദേശിൽ 5ാം ഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കാനിരിക്കെ വോട്ടർമാരെ പോളിംഗ് ബൂത്തുകളിൽ എത്തിക്കാൻ ബൂത്ത് നേതാക്കളെ RSS തയ്യാറാക്കി കഴിഞ്ഞു. 50 വോട്ടർമാർക്ക് ഒരു RSS ബൂത്ത് നേതാവ് എന്ന രീതിയിലാണ് പദ്ധതി. ആദ്യം വോട്ട്, പിന്നീട് ഭക്ഷണം എന്ന വാഗ്ദാനമുയർത്തിയാണ് വോട്ടുറപ്പിക്കുന്നത്. ഉത്തർപ്രദേശ് ഭരണത്തിന്റെ കടിഞ്ഞാൺ നിർണ്ണയിക്കുന്ന 141 മണ്ഡലങ്ങളിൽ കൂടിയാണ് ഇനി വോട്ടെടുപ്പ് ബാക്കിയുള്ളത്. നാളെ നടക്കുന്ന 51 മണ്ഡലങ്ങളിലെ 5ാം ഘട്ടത്തിൽ വോട്ടർമാരെ കർക്കശമായി പോളിംഗ് ബൂത്തുകളിൽ എത്തിക്കാനുള്ള ദൗത്യം RSS നേതൃത്വം തയ്യാറാക്കി കഴിഞ്ഞു. പ്രത്യേക പരിശീലനം നേടിയ 24,000 പ്രവർത്തകർ 6 പ്രധാന പ്രാദേശിക കേന്ദ്രങ്ങളിലും ബൂത്ത് നേതാവിന്റെ കീഴിൽ വോട്ട് ഉറപ്പിക്കും. 50 വോട്ടർമാർക്ക് ഒരു നേതാവ് എന്ന നിലയിൽ ജനങ്ങളെ പോളിംഗ് ബൂത്തുകളിൽ എത്തിക്കാനാണ് നിർദ്ദേശം. ആദ്യം വോട്ട്, പിന്നീട് ഭക്ഷണം എന്ന വാഗ്ദാനത്തിലാണ് വോട്ടർമാരെ പോളിംഗ് ബൂത്തുകളിൽ RSS എത്തിക്കുക. സ്ഥാനാർത്ഥി നിർണയത്തിൽ RSS നേതാക്കളെ പരിഗണിക്കാതെ BJP നേതാക്കൾ സ്വന്തക്കാരെ തിരികെ കയറ്റിയെന്ന ആക്ഷേപം നേരത്തെ നേതൃത്വം ഉന്നയിച്ചിരുന്നു. എന്നാൽ അധികാരത്തിലെത്തിയാൽ അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുമെന്നും അറവുശാലകൾ അടച്ചുപൂട്ടും തുടങ്ങിയ പ്രകടന പത്രിക വാഗ്ദാനങ്ങൾ പ്രവർത്തനം RSSലൂടെ ഏകോപിപ്പിക്കുന്നതിന് BJPക്ക് ട്രംപ് കാർഡായി. സംവരണം അനന്തമായി തുടരുന്നത് അംബേദ്കർ ആഗ്രഹിച്ചിരുന്നില്ലെന്ന RSS വക്താവിന്റെ പ്രസ്താവന ചെറുതായൊന്നുമല്ല BJPയുടെ പ്രചരണത്തെ ബാധിച്ചത്. BSP ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് ഇത് മൂർച്ചയേറിയ ആയുധവുമായി. ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം മനുശങ്കർ, ദില്ലി.